നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പകുതി പിന്നിടുമ്പോൾ മികച്ച പോളിംഗ് ആണ്. ഉച്ചയോടെ പോളിംഗ് 49.7% പോളിംഗ് കടന്നിരിക്കുന്നു. SIRനെ തുടർന്ന് ഇത്തവണ പോളിംഗ് 80% കടക്കുമെന്നാണ് സൂചന. രാവിലെ മുതൽ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ പോളിംഗ് ബൂത്തുകളിൽ പ്രകടമാകുന്ന തിരക്ക് ഇതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്. 140 മണ്ഡലങ്ങളിലെ 30,495 ബൂത്തുകളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. 2.71 കോടി വോട്ടർമാരാണ് വിധി എഴുതുന്നത്. 883 സ്ഥാനാർത്ഥികൾ 23 ദിവസം നടത്തിയ ചൂടേറിയ പ്രചരണത്തിനൊടുവിലാണ് കേരളം പോളിംഗ് ബൂത്തിലെത്തുന്നത്. SIRനെ തുടർന്ന് ഇത്തവണ പോളിംഗ് 80% കടക്കുമെന്നാണ് സൂചന. എറണാകുളത്ത് കനത്ത പോളിംഗാണ് രേഖപ്പെടുത്തുന്നത്. എറണാകുളം 52.94% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. തെക്കൻ ജില്ലകളിലാണ് ഉയർന്ന പോളിംഗ്. രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരെല്ലാം രാവിലെ തന്നെ ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, നടൻ മോഹൻലാൽ, മമ്മൂട്ടി, ആസിഫ് അലി, മുകേഷ്, കുഞ്ചാക്കോ ബോബൻ തുടങ്ങിയവരും സ്ഥാനാർത്ഥികളുമെല്ലാം രാവിലെ തന്നെ പോളിംഗ് ബൂത്തുകളിലെത്തി വോട്ട് രേഖപ്പെടുത്തി. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒഴിച്ചാൽ പോളിംഗ് പൊതുവെ സമാധാനപരമായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ RC അമല ബേസിക് സ്കൂളിലെ 194 നമ്പർ ബൂത്തിൽ രാവിലെ 8 മണിയോടെയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. കേരളത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന അതിനിർണായക തെരഞ്ഞെടുപ്പാണ് ഇതെന്നും LDF 2021 നേടിയതിനേക്കാൾ കൂടുതൽ സീറ്റ് നേടുമെന്നും പിണറായി വിജയൻ പറഞ്ഞു. സർക്കാരിന്റെ നേട്ടങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ടെങ്കിലും പോരായ്മകളും ഉണ്ടെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. അത് തിരുത്തിയായിരിക്കും അടുത്ത സർക്കാർ മുന്നോട്ട് പോവുകയെന്നും ബേബി വ്യക്തമാക്കി. 3ാം ഊഴം ഉറപ്പാണ് എന്നായിരുന്നു MV ഗോവിന്ദന്റെ പ്രതികരണം. 100-ൽ കൂടുതൽ സീറ്റ് നേടി അധികാരത്തിലെത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. പറവൂർ കേസരി ബാലകൃഷ്ണപിള്ള മെമ്മോറിയൽ സർക്കാർ കോളേജിലായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ വോട്ട്. തിരുവനന്തപുരം ജഗതി UP സ്കൂളിലായിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി വോട്ട് രേഖപ്പെടുത്തിയത്. ഇന്ന് വൈകിട്ട് 6 മണിയോടെ പിണറായി ഭരണം അവസാനിക്കുമെന്ന് ആന്റണി പറഞ്ഞു. ക്വാർട്ടർ ഫൈനലിലും സെമി ഫൈനലിലും മികച്ച വിജയം നേടിയ UDF ഫൈനലിൽ നല്ല ഗോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണെന്നും മികച്ച വിജയം നേടുമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. സിനിമാ താരം ആസിഫ് അലിയും വോട്ട് രേഖപ്പെടുത്തി. സുഹൃത്തുക്കൾക്കായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങുന്നതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നുവെങ്കിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും തനിക്ക് പ്രിയപ്പെട്ടവരും സുഹൃത്തുക്കളും ഉള്ളതിനാൽ ആരോടും വിവേചനം കാണിക്കാതിരിക്കാനാണ് പ്രചരണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചതെന്ന് നടൻ ആസിഫ് അലി പറഞ്ഞു. വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാലക്കാട് മത്സരിക്കുന്ന രമേശ് പിഷാരടി ഉൾപ്പെടെ നിലവിലെ മന്ത്രിമാരിലും MLA മാരിലും തനിക്ക് സുഹൃത്തുക്കളുണ്ട്. അവർക്കെല്ലാം തന്നാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു വരുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തൊടുപുഴയിൽ ഇത്തവണ PJ ജോസഫ് തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കുന്നത് ഒരു മാതൃകാപരമായ നിലപാടാണെന്നും പുതിയ തലമുറയ്ക്ക് വഴിയൊരുക്കുന്ന മുതിർന്ന രാഷ്ട്രീയ നേതാക്കളുടെ പക്വതയാണ് ഇതിലൂടെ പ്രകടമാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ തലമുറയ്ക്ക് കൃത്യമായ മാർഗനിർദ്ദേശം നൽകി മുതിർന്നവർ മാറി നിൽക്കുന്നത് എല്ലാ രാഷ്ട്രീയക്കാരും പിന്തുടരേണ്ട കാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. പാലക്കാട് UDF സ്ഥാനാർത്ഥിയായ രമേശ് പിഷാരടി വിളിച്ചാൽ താൻ പ്രചരണത്തിന് ഇറങ്ങുമെന്ന് ആസിഫ് അലി പറഞ്ഞത് വലിയ ചർച്ചയായി മാറിയിരുന്നു.